ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇപ്പോ ലൈവ് നടന്നൊരു സംഭവമാണ്. ആ ഒരു ടാസ്കിന് ബ്രേക്ക് കൊടുത്തിരിക്കുകയാണ് ബിഗ് ബോസ്. അപ്പോൾ എല്ലാവരും വെളിയിലിറങ്ങി അവരുടെ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ സമയത്ത് അനീഷ് ആദ്യമേ ഔട്ടായല്ലോ. അനീഷ് ആദ്യത്തെ 3-4 റൗണ്ടിൽ തന്നെ ഔട്ടായി. അപ്പോൾ അനീഷാണ് വെളിയിൽ വന്ന് ഇരുന്ന് ആ ഒരു ടി വിയിൽ ടാസ്ക് നടക്കുന്നുണ്ട്. ആ ടി വിയിൽ കണ്ടിട്ട് അനീഷ് പറയുന്നുണ്ട്, ഞാൻ ഇത് പ്രതീക്ഷയിൽ നല്ല രീതിയിലാണല്ലോ ഔട്ട് പോകുന്നത്, ഞാൻ എന്നെ കണ്ടില്ലെങ്കിലും എല്ലാരെയും കണ്ടു, നല്ല രീതിയിലാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അനീഷ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ ആദിലയുടെ അടുത്ത് പോയിട്ട് ആദിലയുടെ മുഖം ഒന്ന് കാണിച്ചേ, ഒത്തിരി ഐലാഷസ് ഉള്ള പോലെ തോന്നുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആദിലയുടെ അടുത്ത്. അപ്പോൾ 1-2 തവണ ഇത് പറയുന്നുണ്ട്, മോൻ കാണട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദില ഉടനെ ഇയാള് പറയുമ്പോൾ കാണിക്കാനായിട്ട് എന്താണെന്നോ അങ്ങനെ എന്തോ രീതിയിൽ പോട്ട വർത്താനം പറയുന്നുണ്ട്. എന്നാ വേണ്ട എന്ന് പറഞ്ഞ അനീഷ് നടന്നകന്ന് പോകുന്നുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് ഓർത്തോണം. അനീഷ് അവിടെ ആരോടും ഒരു ഗ്രഡ്ജോ കാര്യങ്ങളോ ഒന്നും വെച്ച് പുലർത്തി ഗെയിം കളിക്കുന്ന ഒരാളൊന്നും അല്ല. പിന്നെ ആരുടെയും കുറ്റം പറയുന്ന പോലും നമ്മൾ കേട്ടിട്ടില്ല. ഷാനവാസിന്റെ അടുത്താണെങ്കിലും ഒന്നും ഇരുന്നിട്ട് ആരുടെയും കുറ്റമോ കാര്യങ്ങളോ ഒന്നും പറയാറില്ല. അതൊന്നും പറഞ്ഞൊരു ഗെയിം കളിക്കാറില്ല അനീഷ്. വളരെ മാന്യമായ രീതിയിൽ കളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ്. അങ്ങനെ ഒരു മനുഷ്യന്റെ അടുത്ത് ഒരാവശ്യവും ഇല്ലാതെ ഈ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ട് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആദില പണി വാങ്ങി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഓഫ്കോഴ്സ് ചിലർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ, നെഗറ്റിവിറ്റി ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു വിഭാഗം പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് നെഗറ്റീവ് വാങ്ങിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ഓർത്തോണേ, സ്വന്തം തന്തയുമായിട്ട് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അതും ആ തന്തയുടെ സ്വഭാവമായിട്ട് ഈ അനീഷിന് എന്തോ സാമ്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനീഷിനോട് പേഴ്സണൽ ഗ്രഡ്ജ് വെക്കുന്നു. നാണമില്ലല്ലോ ഇതിനൊന്നും. എനിക്ക് അതാണ് ചോദിക്കാനുള്ളത്, നാണമില്ലല്ലോ ഇതിനൊന്നും. അനീഷ് ഇപ്പൊ രമ്യതപ്പെടാൻ വേണ്ടി പോയതാണ്. മുഖം ഒന്ന് കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് രമ്യതപ്പെടാനായിട്ട് പോയതാണ്. എത്രയൊക്കെ ആണെങ്കിലും അനീഷ് ഒരു തവണ ഇവരെ ഒരു സഹോദരിമാരായിട്ട് കണ്ടുപോയിട്ടുണ്ടാവും. അതിന്റെ പേരിൽ അനീഷ് രമ്യതപ്പെടാൻ വേണ്ടി പോയതാണ്. അപ്പൊ ഉടനെ ആട്ടിപ്പായച്ചു വിടുകയാണ്. നിങ്ങൾ മുഖം കാണിക്കാൻ പറയുമ്പോൾ ഞാൻ മുഖം കാണിക്കണമെന്ന് പറഞ്ഞിട്ട്. സത്യമായിട്ടും. പിന്നെ വേറൊരു സൈഡിൽ ഷാനവാസ് ഈ ഒരു വിഷയത്തിൽ എടുത്ത സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. കൂടുതലും അതിലെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നിന്നത്. പക്ഷെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. നന്ദി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല കേട്ടോ. ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അത് ആദ്യം വേണ്ടത് നന്ദിയും കടപ്പാടും ഒക്കെയാണ്. ഇപ്പോൾ അനീഷിനൊരു ഗെയിം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അതിനപ്പുറത്തേക്ക് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് ആദ്യം വേണ്ടത്. ഒരു ഹോട്ടൽ ടാസ്കിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോൾ ആകെ അനീഷ് മാത്രമേ ഷാനവാസിന്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോ അനീഷിനെതിരെ ആദിലയും നൂറ് ഇങ്ങനെ ഈ രീതിയിലുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടുള്ള ഒരു ചീപ്പ് കളി കളിക്കുമ്പോൾ ഷാനവാസ് അനീഷിന് കൂടെയാണ് നിൽക്കേണ്ടത്. അതിന് പകരം മറ്റേ പൊന്നിക്കയായിട്ട് അവരുടെ കൂടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഞാൻ ഇന്ന് ആ ഒരു പ്രശ്നം നടന്നപ്പോൾ കണ്ടത്. അപ്പൊ അതൊരു റോങ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.